ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ 2026 കടക്കാൻ പോവുകയാണല്ലേ. പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും കുറേ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ജിമ്മിൽ പോകണം, ഡയറ്റ് ചെയ്യണം, പുതിയ ഭാഷ പഠിക്കണം, അങ്ങനെ നീളുന്ന ലിസ്റ്റ്. എന്നാൽ നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ഈ വർഷം നിങ്ങൾ എന്തെങ്കിലും തീരുമാനിച്ചോ? നമുക്കെല്ലാവർക്കും അറിയാം ഈ വർഷം എത്ര തിരക്കേറിയതായിരുന്നു എന്ന്. മനസ്സ് നിറയെ ചിന്തകൾ, ജോലി തിരക്ക്, സോഷ്യൽ മീഡിയയിലെ ബഹളങ്ങൾ. ഇതിനിടയിൽ സ്വന്തം മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സ് ഒരു വലിയ ഹാങ് ആയ അവസ്ഥയിലാണോ? എങ്കിൽ 2026 നിങ്ങൾ നിർബന്ധമായും തുടങ്ങേണ്ട ഒരു ശീലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതാണ് ജേർണലിംഗ്. ചില ദിവസങ്ങളിൽ നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കും. എന്തൊക്കെയോ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒന്നിനും ഒരു വ്യക്തതയില്ല. ഒരു ജോലിയിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കയ്യിലുള്ള ഫോണിൽ വെറുതെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മാറി മാറി നോക്കും. വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും എഴുതാൻ തുടങ്ങിയാൽ അത് പകുതി വഴിയിൽ നിർത്തും. മനസ്സിങ്ങനെ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു തിരിയുന്നൊരവസ്ഥ. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ അറിയാതെ തന്നെ അടുത്തിരിക്കുന്ന ഒരു ഡയറിയോ നോട്ട്ബുക്കോ കയ്യിലെടുക്കുന്നത്. എന്തിനാണെന്നോ, എന്ത് എഴുതണമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഉള്ളിലെ ആ ബഹളങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ നമുക്കൊരിടം വേണം. ആ പേന പേപ്പറിൽ മുട്ടുമ്പോൾ, നിങ്ങൾ ആദ്യത്തെ വരി എഴുതുമ്പോൾ വിശ്വസിക്കൂ, നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ മാറ്റം നടക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ജേർണലിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് വെറുമൊരു എഴുത്തല്ല, ഇതൊരു ബ്രെയിൻ സർജറി പോലെയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഡയറി എഴുതുന്നത് വെറുതെ വിശേഷങ്ങൾ കുറിച്ചു വെക്കാനാണെന്നാണ്. എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. നമ്മൾ നമ്മളുടെ വികാരങ്ങളെ വാക്കുകളാക്കി മാറ്റുമ്പോൾ നമ്മളുടെ തലച്ചോറിൽ അത്ഭുതകരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിൽ 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം, 2 കാര്യങ്ങളെ യുക്തിപരമായിട്ട് ആലോചിക്കാനും പ്ലാൻ ചെയ്യാനും സഹായിക്കുന്ന ഭാഗം. സാധാരണഗതിയിൽ നമ്മൾ സങ്കടത്തിലോ ടെൻഷനിലോ ഇരിക്കുമ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം അറ്റുപോകാറുണ്ട്. എന്നാൽ നമ്മൾ പേനയെടുത്ത് എഴുതി തുടങ്ങുമ്പോൾ ഈ 2 ഭാഗങ്ങളും തമ്മിൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. ഇതിനെ ന്യൂറോളജിക്കൽ റിപ്പയർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഉള്ളിലെ ചിന്താക്കുഴപ്പങ്ങൾക്ക് ഒരു വ്യക്തമായ രൂപം നൽകാൻ ഈ എഴുത്ത് തലച്ചോറിനെ സഹായിക്കുന്നു. ഇന്നെല്ലാവരും ഫോണിലെ നോട്ട്സ് ആപ്പിൽ ടൈപ്പ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇവിടെ ഒരു രഹസ്യമുണ്ട്. ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി ഗുണം കൈകൊണ്ട് പേപ്പറിൽ എഴുതുന്നതിലൂടെ ലഭിക്കുമെന്ന് 2023 നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചിന്തകളുടെ അതേ വേഗത്തിൽ കൈകൾ ചലിക്കുമ്പോൾ മനസ്സൊന്ന് സാവധാനത്തിലാകും. ഇങ്ങനെ സാവധാനത്തിലാകുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാൻ സമയം കിട്ടും. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 10 തവണ വായിക്കുന്നതിനേക്കാൾ ഗുണം 1 തവണ എഴുതുന്നതാണെന്ന് അധ്യാപകർ പറയുമായിരുന്നില്ലേ? അപ്പോൾ മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള എഴുത്തുകളാണുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിലൊന്നാമത്തേതാണ് എക്സ്പ്രസീവ് റൈറ്റിംഗ്. ചില കാര്യങ്ങൾ ആരോടെങ്കിലും പറയണമെന്ന് തോന്നും. പക്ഷേ ആരോട് പറയും? ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ? ഈ പേടിയൊന്നുമില്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരിടമാണ് നിങ്ങളുടെ ഡയറി. നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പരാജയം, അതിനെക്കുറിച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് നിർത്താതെ എഴുതുക. ഗ്രാമർ നോക്കണ്ട, അക്ഷരത്തെറ്റ് നോക്കണ്ട, ആരെങ്കിലും വായിക്കുമെന്ന് പേടിക്കുകയും വേണ്ട. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും ഇടയിലുള്ള കാര്യമാണ്. പ്രശസ്ത സൈക്കോളജിസ്റ്റായ ജെയിംസ് പെനേബേക്കർ പറയുന്നത്, നമ്മൾ ഉള്ളിൽ അമർത്തിവെച്ച കാര്യങ്ങൾ എഴുതി കഴിയുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം, അതായത് ഇമ്മ്യൂണിറ്റി പോലും വർദ്ധിക്കുമെന്നാണ്. എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ക്ഷീണം തോന്നാം, അല്ലെങ്കിൽ കരച്ചിൽ വന്നേക്കാം. അത് കുഴപ്പമില്ല, നിങ്ങളുടെ മനസ്സ് ക്ലീൻ ആവുന്നു എന്നതിൻ്റെ ലക്ഷണമാണത്. ഇനി രണ്ടാമത്തേതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പരാതികൾ മാത്രമാണോ ഉള്ളത്? ഒരിക്കലുമല്ല. പക്ഷേ പരാതികൾക്കിടയിൽ നല്ല കാര്യങ്ങൾ നമ്മൾ കാണാൻ മറന്നു പോകുന്നു. ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് 5 കാര്യങ്ങൾ മാത്രം എഴുതുക. ആ ദിവസം നിങ്ങൾക്ക് സന്തോഷം നൽകിയ 5 കാര്യങ്ങൾ. അത് വളരെ ലളിതമായ കാര്യങ്ങളാവാം. ഉദാഹരണത്തിന്, ഇന്ന് നല്ല മഴ പെയ്തതിന്, അല്ലെങ്കിൽ കുടിച്ച 1 കപ്പ് ചൂട് ചായയ്ക്ക്, അല്ലെങ്കിൽ ഒരു പഴയ സുഹൃത്ത് വിളിച്ചതിന്, ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയതിന്,
ഇങ്ങനെ കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കുക. എനിക്ക് എൻ്റെ കൂട്ടുകാരനോട് നന്ദിയുണ്ട് എന്ന് എഴുതുന്നതിന് പകരം ഇന്നെനിക്ക് വയ്യാതിരുന്നപ്പോൾ അവൻ എനിക്ക് ഭക്ഷണം വാങ്ങിത്തന്നതിന് നന്ദി എന്നെഴുതുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് പതുക്കെ നല്ല കാര്യങ്ങൾ മാത്രം തിരയാൻ ശീലിക്കും. ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനും ഉറക്കം ശരിയാക്കാനും സഹായിക്കും. ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഇനി മൂന്നാമത്തേതാണ് റിഫ്ലക്റ്റീവ് റീഫ്രെയിമിംഗ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ അതിനെ നേരിടാൻ ഈ രീതി സഹായിക്കും. 3 സ്റ്റെപ്പുകളായിട്ട് ഇത് ചെയ്യാം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് സംഭവിച്ചത്, ഒരു പരാതിയും ഇല്ലാതെ സത്യസന്ധമായിട്ട് എഴുതുക. രണ്ടാമത്തേത് ഇതിൽ നിന്നും ഞാൻ എന്ത് പഠിച്ചു, ആ പ്രശ്നം എനിക്ക് നൽകിയ പാഠം, അതാണ് എഴുതേണ്ടത്. മൂന്നാമത്തേത് ഇനി എന്ത് ചെയ്യാം, അടുത്ത തവണ ഇതെങ്ങനെ മെച്ചപ്പെടുത്താമെന്ന്. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിന് മുകളിൽ ഒരു ആധിപത്യം നേടുകയാണ്. പരാജയങ്ങളെ പരാജയങ്ങളായല്ല, മറിച്ച് അടുത്ത വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് കാണാൻ ഇത് സഹായിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജേർണലിംഗ് എന്നത് വലിയൊരു സാഹിത്യകാരന്മാർക്ക് മാത്രം ഉള്ളതല്ല. ഇത് നമുക്ക് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനുള്ള, നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാനുള്ള ഒരു വഴിയാണ്. നിങ്ങൾ ആഴ്ചകളോ മാസങ്ങളോ ഇത് ചെയ്തു നോക്കൂ. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം മാറും. പഴയ കാര്യങ്ങൾ ഓർത്തു വെക്കാനും എളുപ്പമാകും. ജീവിതത്തോട് ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് ഇനി ഒരു വെളുത്ത പേജിന് മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തെഴുതുമെന്ന് പേടിക്കേണ്ട, പകരം എൻ്റെ മനസ്സിന് എന്നോട് എന്താണ് പറയാനുള്ളത് എന്ന് മാത്രം ചിന്തിക്കുക. ആ പേന കടലാസിലൂടെ ഒഴുകാൻ അനുവദിക്കും. മാത്രമല്ല, 2026 വെറും ഒരു വർഷമായി കാണാതെ നിങ്ങളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള അവസരമായിട്ട് കാണുക. ജേർണലിംഗ് എന്നത് വലിയ ചിലവില്ലാത്ത എന്നാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വിദ്യയാണ്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എല്ലാ ദിവസവും ശീലമാക്കുക. അപ്പോൾ ജേർണലിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്